ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫാൻസി ദോശയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ദോശയിൽ തന്നെ ഒരു ചെറിയൊരു മാറ്റം. ഇത് കൂടുതലായിട്ട് സ്ട്രീറ്റ് ഫുഡായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ നമുക്കിത് വീട്ടിലെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഉഴുന്നുകൂടെ ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ദോശയുടെ അതേ മാവ് വെച്ചിട്ട് തന്നെയാണ് ഈ ഫാൻസി ദോശയും ചെയ്യുന്നത്. അപ്പോൾ ദോശയിൽ ചെറിയൊരു മാറ്റം വരുത്തുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ അരിയും ഈ ഉഴുന്നും നന്നായി കഴുകിയെടുക്കണം. ആദ്യം തന്നെ നന്നായി കഴുകിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതേ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക. സെയിം വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങി വരും. അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് വെള്ളം കൊണ്ടാണോ അരക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുങ്ങിക്കെടുക്കുന്ന പരുവത്തിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് 4 മണിക്കൂറെങ്കിലും ഇങ്ങനെ കുതിരാൻ വെക്കുക. 4-5 മണിക്കൂറിന് ശേഷം തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക. അതിലധികം ആവുമ്പോൾ ഒരു ചീഞ്ഞ മണം വരും. അതുകൊണ്ട് ഞാൻ 4 മണിക്കൂറിന് ശേഷം തന്നെ അരച്ച് വെച്ചിട്ട് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അരച്ചെടുക്കുന്ന സമയത്ത് 1/2 കപ്പ് ചോറ് കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് മട്ട റൈസാണ് അരച്ചെടുത്തത്. അതുകൊണ്ട് കളർ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല വെള്ള കളറുള്ള ചോറുണ്ടെങ്കിൽ അത് ചേർത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ മട്ട അരി ചേർത്തെന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. കളർ കുറച്ചൊരു മാറ്റം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉള്ള മാവാണിത്. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ദോശയുടെ മാവൊക്കെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള ദോശ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ സെയിം ബാറ്റർ വെച്ച് നെയ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫാൻസി ദോശയും റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഈ ഫാൻസി ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു സവാള എടുത്തിട്ട് ചെറുതായി അരിഞ്ഞു വെക്കുക. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു വെക്കുക. ഒരു ക്യാപ്സിക്കം കൂടെ ചെറുതായി അരിഞ്ഞെടുക്കുക. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ദോശക്കെല്ലാം നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കുക. അതിന് ശേഷം ദോശയുടെ മാവ് ഒരു കയ്യിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ദോശയുടെ മാവ് ഒഴിക്കുന്നതിൻ്റെ മുമ്പ് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. ഈ ദോശ നന്നായി പരത്തിയെടുത്തിട്ട് ഈ ദോശയുടെ മുകളിലുള്ള വെള്ള കളറൊക്കെ ഉണ്ടല്ലോ, ആ മാവ് അങ്ങ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഈ ദോശയുടെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചു. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. എല്ലാ ഭാഗത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് അരിഞ്ഞു വെച്ച കുറച്ച് സവാള ചേർക്കുക. കുറച്ച് തക്കാളി, കുറച്ച് ക്യാപ്സിക്കം, ഇനി കുറച്ച് പച്ചമുളക്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഉണക്കമുളക് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ്, കുറച്ച് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്തത്. അപ്പോൾ ഇതിനൊന്നും പ്രത്യേക അളവില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ചിലർക്ക് കുറേ വേണം, ചിലർക്ക് കുറച്ച് മതി. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ഇതിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം ഒക്കെ എല്ലാ ഭാഗത്തും അതിൻ്റെ സോസും എല്ലാം ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ദോശയുടെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുക്കുക. ഞാനിപ്പോൾ ദോശയുടെ എല്ലാ ഭാഗത്തും ഈ മസാലകളൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം. അല്ലെങ്കിൽ ദോശ കരിഞ്ഞു പോവും. ഈ മസാലകളൊക്കെ ഒന്നും ആയിട്ടുണ്ടാവില്ല, പക്ഷെ ദോശ കരിയും ചെയ്യും. അപ്പോൾ ആ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുന്നത് എന്തായാലും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ കഷ്ണം ബോൺലെസ് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഈ സവാളയും തക്കാളിയൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുകളിലുള്ള ഈ ചീസ് ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ദോശ ഇതിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. മുറിച്ചിട്ട് ഇതിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ദോശക്കല്ലിൻ്റെ ചൂടുകൊണ്ട് ഈ ദോശ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് മുറിച്ചിട്ട് ഇതിൽ നിന്ന് എടുക്കുകയാണ്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് എടുത്തിട്ട് ദോശ മുഴുവനായിട്ട് എടുത്തിട്ട് മുറിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാനും ദിവസങ്ങളിലൊക്കെ അധികം ആൾക്കാരുടെ കയ്യിലും ഈ ദോശയുടെ ബാറ്റർ എല്ലാം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ഇതുപോലൊക്കെ ഒന്ന് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവും. ഒരു വ്യത്യാസമായിട്ടുള്ളൊരു ദോശ. ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ഈ ചീസൊക്കെ ചേർത്തുകൊണ്ട് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് പ്ലെയിൻ ആയിട്ട് കഴിക്കാനും പറ്റും, അതുപോലെ തന്നെ സോസും കുറച്ച് കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ. സൂപ്പർ സൂപ്പർ.